സീരീസിൽ ഇന്ന് നമുക്കൊരു ചുരിദാർ ലുക്ക് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് തനി നാടനായിട്ട് പൊട്ടൊക്കെ കുത്തി കുറിയൊക്കെ തൊട്ട് നമുക്കൊന്ന് ഒരുങ്ങിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ്. ഇത് വന്നിട്ട് ഒരു ക്രീമും അതുപോലെ തന്നെ അതിൽ കുറേ ഗോൾഡിന്റെ എംബ്രോയിഡറി, ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ വരുന്നതാട്ടോ. പിന്നെ നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, സിൽക്ക് മെറ്റീരിയൽ ആണ്. പക്ഷെ അങ്ങനെ തളർന്ന് ഒതുങ്ങി കിടക്കുന്ന പാന്റ് വന്നിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ, നമുക്കൊരു ആങ്കിൾ ലെങ്ത് അങ്ങനെ ടൈപ്പ് നിൽക്കണ ഒരു പാന്റാണ്. അപ്പൊ ഞാനൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. നമ്മുടെ ലാക്മിയുടെ ഫേസ് പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഷെയ്ഡ് ന്യൂഡ് പിങ്ക് ആണ് കേട്ടോ. അതിനുശേഷം ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കളർ ബാറിന്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ഉണ്ടല്ലോ, ഈസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, അത് ജസ്റ്റ് ഞാൻ കണ്ണിന് മുകളിൽ ഒരു ലൈറ്റ് ആയിട്ടൊന്ന് ഐ ഷേഡോ മാതിരി ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മാമാത്തിന്റെ കാജൽ വെച്ചിട്ടൊന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു കാജലാട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തു. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ലിപ്സ്റ്റിക് വന്നിട്ട് മെബലൈൻ്റെ ആണ്. ആ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുത്തു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കളറാട്ടോ. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ഷെയ്ഡാണ്. അതിനുശേഷം ഞാനൊരു പേളിന്റെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുത്തു. പിന്നെ കമ്മൽ വന്നിട്ട് ഞാൻ ലിങ്ക് ഒക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഡ്രസ്സ് ഞാൻ മിന്ത്രയെന്നാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു സെറ്റാട്ടോ. നമുക്ക് ഒക്കേഷൻസിലും അതുപോലെ കല്യാണം അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഔട്ട്ഫിറ്റ് ആണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഔട്ട്ഫിറ്റിന്റെ ഷോളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു കുറിയും കൂടി തൊട്ടെടുത്തു. അപ്പോൾ ഷോള് വന്നിട്ട് നമ്മൾ ഷോളിന്റെ സൈഡിലൊക്കെ പിന്നെ അതിന്റെ ചെറിയ ചെറിയ പൊട്ട് മാതിരിയൊക്കെ ഫുള്ള് നമ്മുടെ ഗോൾഡന്റെ എംബ്രോയിഡറി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷോളിന്റെ സൈഡിൽ ഇങ്ങനെ വേവി മാതിരി നിറയെ എംബ്രോയിഡറി ഉണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ആർട്ട് സിൽക്ക് ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് തളർന്നു എടുക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ഫ്ലയർ ആയിട്ടും കിടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അതിന്റെ ചുരിദാർ നോക്കി കഴിഞ്ഞാൽ ഒരു അനാർക്കലി ടൈപ്പ് ആണ് വരുന്നത്. നല്ല സിമ്പിൾ ആൻഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു എലഗന്റ് ലുക്ക് കിട്ടുന്ന നല്ലൊരു ഓണം ഔട്ട്ഫിറ്റ് ആണ്. ചുരിദാർ ലുക്കൊക്കെ ചെയ്യാനായിട്ട് നല്ലതാട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ബൈ.